ഓണക്കാലത്ത് വലിയ ചിലവാണ്. സർക്കാർ ജീവനക്കാർക്ക് ബോണസ് നൽകണം, ഒപ്പം തന്നെ അഡീഷണലായ നിരവധി എക്സ്പെൻസുകൾ വരാനിരിക്കുന്നു, പെൻഷൻ നൽകണം, അങ്ങനെ വലിയ ചിലവുകളുണ്ട്. അപ്പോൾ ഓണക്കാലത്തെ ഈ വർദ്ധിച്ച ചിലവുകൾ നേരിടാൻ സർക്കാർ വീണ്ടും പണം കടമെടുക്കുകയാണ്. അതായത് 2200 കോടി രൂപ കൂടിയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത്. ഇതിനായുള്ള കടപ്പത്ര ലേലം ചൊവ്വാഴ്ച നടക്കും. ഓണച്ചെലവുകൾ, ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ബോണസ്, ഉത്സവ ബത്ത എന്നിവയെല്ലാമാണ് നൽകേണ്ടത്. ഇത് ഉറപ്പാക്കാനാണ് ഏകദേശം 10,000 കോടി രൂപ ചെലവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് അധിക പണം കണ്ടെത്താൻ 2200 കോടി രൂപ കടമെടുക്കാൻ പോകുന്നത്. ഇതോടുകൂടി UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആകെ കടമെടുപ്പ് 14,400 കോടി രൂപയായി ഉയരും എന്നതാണ് സാഹചര്യം. കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ ട്രഷറികളിൽ ശനിയാഴ്ച മുതൽ പ്രത്യേക ഒരു നിക്ഷേപ പദ്ധതി ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 30 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഈ നിക്ഷേപ സമാഹരണം വഴി വലിയ പണസമാഹരണം സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. 2 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് താഴെ പറയുന്ന തരത്തിലുള്ള ഒരു പലിശയാണ് ഉണ്ടാകാൻ പോകുന്നത്. പൊതുജനങ്ങൾക്ക് 7.75%, മുതിർന്ന പൗരന്മാർക്ക് 8%, ചെറിയ സ്ഥാപനങ്ങൾ പണം നിക്ഷേപിച്ചാൽ അവർക്ക് 7.65% പലിശ, ഇങ്ങനെയുള്ള പലിശയാണ് നൽകുന്നത്. പക്ഷേ ഒരു വെല്ലുവിളിയുണ്ട്. 1 വർഷത്തിൽ അധികമായി ഇങ്ങനെ സ്വീകരിക്കുന്ന ട്രഷറി നിക്ഷേപങ്ങളെ സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ ഭാഗമായി കണക്കാക്കി അടുത്ത വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും കേന്ദ്രം ആ തുക കുറയ്ക്കുന്നുണ്ട്. അതിനാൽ ട്രഷറി നിക്ഷേപം താൽക്കാലികമായ ചില ആശ്വാസം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ദീർഘകാലത്തേക്ക് പ്രയോജനപ്പെടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതിയാണ് കേരളം കടമെടുത്ത് മാത്രം മുന്നോട്ട് പോകുന്ന സ്റ്റേറ്റ് എന്നത്. ശരിയാണ്, കടമെടുത്തേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ, അതാണ് സാഹചര്യം. മുൻകാലങ്ങളിൽ ഇടതു സർക്കാർ കടമെടുത്തപ്പോൾ അതിനെ വിമർശിച്ച UDF സർക്കാർ വരുമ്പോഴും അവർക്കും കടമെടുക്കേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. 14,400 കോടിയാണ് ഈ ചുരുങ്ങിയ മാസം 2-2.5 മാസത്തിനിടയിൽ UDF സർക്കാരിനും കടമെടുക്കേണ്ടി വന്നത് എന്നതാണ് സാഹചര്യം. അപ്പോൾ കടമെടുത്ത് മാത്രം മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് ആണ്, നിരവധി ചെലവുകളുണ്ട്. ഏകദേശം 10,000 കോടിയോളം അധിക ചെലവ് ഈ ഓണക്കാലത്ത് വരും. അത് നേരിടാനാണ് ഇപ്പോഴത്തെ ഈ നീക്കം ഉണ്ടാവുന്നത്. 2200 കോടിയാണ് സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.